എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫിറോസ് സജിനയുടെ വീഡിയോ തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫിറോസ് സജിനയ്ക്കെതിരെ ഒരു വീഡിയോ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ റസൂൽ പൂക്കുറ്റിയും അതുപോലെ തന്നെ സജിനയുമായിട്ടുള്ള സംഭാഷണം അടങ്ങുന്ന ഓഡിയോ ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സജിനയുടെ ഒരു ഇൻ്റർവ്യൂ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് സജിന എന്തൊക്കെ പറയുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിറോസ് എന്തൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് അതിനെക്കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഫുള്ളായിട്ട് കാണാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ ഈ ഒരു ഫിറോസ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ 2-3 വീഡിയോസായിട്ടാണ് ഓരോ 2-3 മണിക്കൂർ ഇടവിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ ഈ ഒരു സജിനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സജിന ഉണ്ടെങ്കിൽ തനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ഇത് കണക്ക് തന്നെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലും മറ്റ് പെൺകുട്ടികളുമായിട്ട് തനിക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുമായിട്ട് വരെ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് തനിക്കെതിരെ ഈ ഒരു സജിന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറേയധികം പേര് അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തനിക്കെതിരെ നെഗറ്റീവായിട്ട് കുറേയധികം ആൾക്കാർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിതിനെ ഒക്കെ മറുപടിയായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഒരു സജിനയെ ചതിച്ചു എന്നാണ് സജിന പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ഓരോന്നായിട്ട് പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം സജിനയുടെ ആ ഒരു ഇൻ്റർവ്യൂ പറ്റിയും പറയുന്നതാണ്. ആദ്യം നമുക്ക് ഫിറോസ് പറഞ്ഞത് കേൾക്കാം. ഫിറോസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സജിനയാണ് എന്നെ ചതിച്ചത് എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം റസൂൽ പൂക്കുറ്റിയുമായിട്ട് ഈ ഒരു സജിനയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു സജിന തന്നെ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു 4 വർഷമായിട്ടുള്ള പ്രണയമാണ് എന്നുള്ളൊരു കാര്യം. ഞാനും ഈ ഒരു സജിനയും തമ്മിൽ വേർപിരിഞ്ഞിട്ട് 2 വർഷത്തോളം ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇവർ തമ്മിൽ 4 വർഷത്തോളമായിട്ടുള്ള ഇഷ്ടമായ എന്നുള്ളൊരു കാര്യവും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ആ ഒരു വീഡിയോയിലൊക്കെ ഈ റസൂൽ പൂക്കുറ്റിയും അതുപോലെ തന്നെ ഈ ഒരു സജിനയും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളാണ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇവർ തമ്മിലുള്ള റിലേഷനിലുണ്ടായിരുന്ന സമയവും ഈ ഒരു സജിന പറയുന്നുണ്ട്, റസൂൽ പൂക്കുറ്റിയുടെ വൈഫിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാത്തത് അവരൊരു പാവമാണ് എന്ന് ഓർത്തിട്ടാണ്. പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നടക്കുന്ന കാര്യങ്ങളല്ല, ഇതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലും ഈ ഒരു റസൂൽ പൂക്കുറ്റിയുടെ അടുത്ത് ഈ സജിന പറയുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇവർ സംസാരിച്ച് അതിലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു റസൂൽ പൂക്കുറ്റിയിൽ ഈ ഒരു സജിന നേരത്തെ 2 പ്രാവശ്യത്തോളം പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു കാര്യം സജിന ഈ ഒരു ഓഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഇവർ സംസാരിക്കുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ഈ ഒരു ഫിറോസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ഫിറോസ് പറയുന്ന ഓരോ വീഡിയോയിലൊക്കെ വന്നിട്ട് ഓരോ ആരോപണങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവനെതിരെ കേസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് റസൂൽ പൂക്കുറ്റി സജിനയുടെ ഉമ്മയടുത്തൊക്കെ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഈ ഒരു ഫിറോസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുണ്ടെങ്കിൽ ഈ ഒരു സജിന ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആദ്യമേ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് റസൂൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേ കണക്ക് ഇത് അബോർട്ട് ചെയ്യണം എന്നുള്ള രീതി, ഇപ്പോൾ റെഡിയല്ല എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്ത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം 2ാമതും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കുട്ടി നോർമലായിട്ട് തന്നെ അബോർട്ടായി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേരും പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ ആ ഒരു കുട്ടിയുടെ കാര്യം ഈ ഒരു റസൂൽ പൂക്കുറ്റിയെടുത്ത് സംസാരിക്കുന്നതിനിടയിൽ ഈ ഒരു റസൂൽ പൂക്കുറ്റി സജിനയുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ഇതേ കണക്ക് അബോർട്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ, ആദ്യത്തെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വന്നതിന് ശേഷം സജിനയ്ക്കെതിരെ നെഗറ്റീവായിട്ട് ഫുള്ള് കമൻസും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം സജിന ആദ്യമേ ഒരു വീഡിയോ ഈ ഒരു ഫിറോസ് വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞൊരു കാര്യം, ഈ ഒരു ഫിറോസിനാണ് മറ്റൊരു ആളുമായിട്ട് ബന്ധം എന്നുള്ളത്, അത് താൻ കണ്ടുപിടിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലാണ് സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഫിറോസ് ഇട്ട വീഡിയോയിൽ അത് വോയിസ് ക്ലിപ്പ് അടക്കം പുറത്ത് വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കാര്യങ്ങളുമൊക്കെ നേരത്തെ തന്നെ ഉണ്ട്. അപ്പം സജിന പറഞ്ഞത് കള്ളമാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫിറോസ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സജിനയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചായിരുന്നു. ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ സജിനയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കുറേയധികം ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതുവഴിയാണ് ഈ ഒരു സജിന അവരിലേക്കൊക്കെ എത്തുന്നതും അവിടെ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതും. ഈ ഉപയോഗ സമയങ്ങളിലെല്ലാം ഇതിൻ്റെ ഈ ഒരു സമയത്ത് പലരുമായിട്ട് ഈ ഒരു സജിനയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം ആ ഒരു സമയത്തൊക്കെ താനിത് കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ പോലും തന്നെ ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്ര പറഞ്ഞിട്ട് പോലും കേട്ടിട്ടില്ലായിരുന്നു. ഇതെല്ലാം ഞാൻ പുറത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, പക്ഷേ ഇതാണ് സത്യം എന്നുള്ള രീതിയിൽ ഇവർ തമ്മിൽ സംസാരിച്ച വോയിസ് ക്ലിപ്പും കാര്യങ്ങളും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഒരു സമയത്ത് നടക്കുമ്പോഴാണ് സജിനയുടെ കുറച്ച് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് സജിന മെയിനായിട്ട് സംസാരിക്കുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ കുറേയധികം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ തനിക്കെതിരെ സംസാരിക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു റസൂൽ പൂക്കുറ്റിയുമായിട്ടുള്ള ഫോട്ടോ പങ്കുവച്ചതിന് ശേഷം കുറേയധികം പേര് കമൻ്റ് ഇടുന്നുണ്ട്. ഞാൻ റസൂൽ പൂക്കുറ്റിയുടെ ജീവിതം തകർത്തു, റസൂൽ പൂക്കുറ്റിയും ഭാര്യയൊക്കെ പിരിയാനുള്ള കാരണം ഞാനാണ്, പിരിയിപ്പിക്കാനൊക്കെ ശ്രമിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിറോസിനെ ഞാൻ ചതിച്ചു എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല. ഞങ്ങൾ തമ്മിൽ അവർ ഒരുമിച്ച് ഫോട്ടോ ഇട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമോ കാര്യങ്ങളോ ഉണ്ടെന്ന് ഞാനോ അല്ലെങ്കിൽ ആ ഒരു റസൂൽ പൂക്കുറ്റി എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ സജിന പറയുന്നുണ്ട്. ഇത് ആൾക്കാരുണ്ടെങ്കിൽ ഒരുമിച്ച് ആരെങ്കിലും ഫോട്ടോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറഞ്ഞു കഴിയാം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. ഇവർക്കൊരു കുടുംബമുണ്ട് എന്നുള്ളൊരു കാര്യമൊന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ മക്കൾക്കുണ്ടെങ്കിൽ വെളിയിലിറങ്ങി നടക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. ഇത് കാരണം കുറേയധികം പേര് ഇത് ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞുണ്ടാക്കുവാണ്. ഞാൻ പൈസ അടിച്ച് മാറ്റുന്നു, ഹണി ട്രാപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവരൊക്കെ ചിന്തിക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിതുകൊണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിലും ഇപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ വരാൻ പോലും എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു എന്നുള്ള രീതിയിലൂടെ സജിന പറയുന്നുണ്ട്. ഞാൻ തീരെ താല്പര്യമില്ല, എന്നിട്ട് പോലും ഇത് ഞാൻ പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ്. അവരിതുകൊണ്ട് എത്രമാത്രം ബാധിക്കുന്നു അത് ഞാൻ മാറ്റണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇൻ്റർവ്യൂ തരുന്നത് എന്നുള്ള രീതിയിൽ സജിന പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ വന്ന് പിറ്റേന്ന്, അതായത് ഈ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ് ഫിറോസ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും പുറത്ത് വിടുന്നത്. ഇത് പുറത്ത് വിട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഭയങ്കരമായിട്ട് സജിന ഭയങ്കരമായിട്ട് കരഞ്ഞൊക്കെയാണ് സംസാരിക്കുന്നത്. തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതിന് ശേഷം ഫിറോസിൻ്റെ ഒരു വോയിസൊക്കെ പുറത്ത് വിട്ടതിന് ശേഷം എല്ലാവരും സജിനെ സപ്പോർട്ട് ചെയ്തവർ പോലും ഇപ്പം സജിനയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീ ഭയങ്കര നല്ലൊരു വ്യക്തിയാണ്, നിന്നെയാണ് ഫിറോസ് ചതിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിച്ചത്, നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ കേൾക്കുന്ന സമയത്താണ് നീ എന്തുമാത്രം ആൾക്കാരെ പറ്റിച്ചുവെന്നും അതുപോലെ തന്നെ ഫിറോസിനെ പറ്റിച്ചുവെന്നും പല ബന്ധങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴത്തേന് നീ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ വിഷമമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സജിനയ്ക്കെതിരെ നെഗറ്റീവായിട്ട് ഫുൾ കമൻസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു സജിന ഇട്ട എല്ലാ പോസ്റ്റിന് താഴെ വന്ന് ഇതേണക്ക് നെഗറ്റീവ് കമൻസാണ് ഇട്ടിട്ടുള്ളത്. എന്തായാലും അതിനൊന്നും സജിന മറുപടിയോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ഇൻ്റർവ്യൂ താഴെ വന്ന് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അഭിനയിക്കേണ്ട കാര്യമുണ്ടോ, ഇപ്പോൾ എല്ലാം സത്യം മനസ്സിലായി, ഞങ്ങളെല്ലാം മനസ്സിലാക്കി ഫിറോസിൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണണമെങ്കിൽ FRK എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി കാണാവുന്നതാണ്. 3-4ഓളം വീഡിയോസ് ഉണ്ട്. ഫുള്ള് നിങ്ങൾക്ക് ഓഡിയോ ഉൾപ്പെടെ കേൾക്കാൻ പറ്റുന്നതായിരിക്കും.